നമസ്കാരം. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിൻ്റെ ആരോഗ്യം നശിച്ചിട്ട് നാളുകൾ കുറയായി. എന്നിട്ടും അത് അംഗീകരിച്ച് നൽകാത്തത് സർക്കാരും സൈബർ സഖാക്കളും മാത്രമായിരിക്കും. ഓട്ടോറിക്ഷക്കാരനായ വേണുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടും അദ്ദേഹത്തിൻ്റെ മരണമൊഴി പോലും പുറത്തു വന്നിട്ടും കുപ്രചരണമാണെന്ന് വരുത്തി തീർക്കാനാണ് ഇക്കൂട്ടർക്ക് ആവേശം. എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തകരാറിലായ ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം വിമർശിക്കുന്നവരെ പ്രതിക്കൂട്ടിലാക്കാനാണ് ഇവർക്ക് ധൃതി. ഇന്നലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഹൃദ്രോഗി മരിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്ത് വന്നത്. വേണുവിനെ തറയിൽ കിടത്തിയ നടപടിയിലായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ വിമർശനം. തറയിൽ എങ്ങനെയാണ് രോഗിയെ കിടത്തുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. എങ്ങനെ നിലത്ത് കിടത്തി ചികിത്സിക്കാൻ സാധിക്കും? നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പ്രാകൃതമായ നിലവാരമാണ് ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുൻപും ആശുപത്രിയിലെ ദുരിതാവസ്ഥ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ സംഘടിതമായ ആക്രമണം തന്നെ നേരിടേണ്ടി വന്നിരുന്നു. ഇതിന് മെഡിക്കൽ കോളേജിലെ തന്നെ ഒരു വിഭാഗം ഡോക്ടർമാർ കൂട്ടുനിൽക്കുകയും ചെയ്തു. ഹാരിസിനെ കുറ്റപ്പെടുത്താൻ ഇക്കൂട്ടർ വാർത്താസമ്മേളനവും വിളിച്ചു. ഇപ്പോഴുണ്ടായ വിമർശനത്തിലും അദ്ദേഹത്തിൻ്റെ അവസ്ഥ വ്യത്യസ്തമല്ല. ഡോക്ടർ ഹാരിസിനോട് കടുത്ത അതൃപ്തിയിലാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്. ഡോക്ടറെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിക്കാനുള്ള സാധ്യത തേടുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. എന്നാൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിന് പുറത്ത് പൊതുപരിപാടിയിൽ സംസാരിച്ച കാര്യങ്ങളായതിനാൽ വിശദീകരണം തേടാനാകുമോ എന്നതിൽ സംശയമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾ തറയിൽ കിടക്കുന്നത് പ്രാകൃതമെന്ന് വിമർശിച്ച ഹാരിസ് മെഡിക്കൽ കോളേജുകളിൽ വേണ്ടത്ര സൗകര്യം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ടെന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദമായിരുന്നു. അന്നു മുതൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആരോഗ്യവകുപ്പിന്റെ കണ്ണിലെ കരടാണ്. വേണുവിനെ തറയിലാണ് കിടത്തിയിരുന്നതെന്നും ആധുനിക സംസ്കാരത്തിൽ എങ്ങനെ ഒരാളെ തറയിൽ കിടത്തി ചികിത്സിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. ഒരിക്കൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ വളരെ വിഷമകരമായ അവസ്ഥയാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പലയിടത്തും മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ തന്നെ 500 കോടിയോളം രൂപ ചെലവായെന്നാണ് തനിക്ക് കിട്ടിയ കണക്ക്. എന്നിട്ടും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോഴും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് പരിമിതികളുണ്ട്. രോഗികളുടെ ബാഹുല്യമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് ഡോക്ടർ ഹാരിസ് ഇക്കാര്യം പറഞ്ഞത്. വേണുവിനെ കൊണ്ടുവന്നപ്പോൾ അവിടെ തറയിലായിരുന്നു കിടത്തിയിരുന്നത്. നമുക്കറിയാം, അവിടെ 1-ാം വാർഡ്, 2-ാം വാർഡ്, 28-ാം വാർഡ് എന്നൊക്കെയുണ്ട്. ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റില്ല. ഒരു രോഗിയെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കുക? ശ്വാസം മുട്ടിയും ക്യാൻസർ ബാധിച്ചും രോഗാവസ്ഥയിലുള്ള ആളെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കാൻ സാധിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ആധുനിക സംസ്കാരവുമായി എങ്ങനെ ഇത് ചേർന്ന് പോകുമെന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. ഈ വിമർശനമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിനെ അസ്വസ്ഥരാക്കിയിരിക്കുന്നത്. അതേസമയം വേണുവിൻ്റെ മരണത്തിൽ ചികിത്സാ വീഴ്ചയില്ലെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ വിലയിരുത്തൽ. കേസ് ഷീറ്റിൽ പോരായ്മകളില്ലെന്നും ചികിത്സാ പ്രോട്ടോകോൾ പാലിച്ചതായിട്ടുമാണ് രേഖകൾ. ചികിത്സയിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നായിരുന്നു ഡോക്ടർമാർ മൊഴി നൽകിയത്. ആശയവിനിമയത്തിൽ അപാകതയുണ്ടായോ എന്നതും പ്രത്യേകം പരിശോധിക്കണം. ആരോഗ്യ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി.കെ. പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. അന്തിമ റിപ്പോർട്ട് നാളെ സമർപ്പിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നേരിട്ട ദുരനുഭവം പറഞ്ഞ് സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചതിന് പിന്നാലെയാണ് ഓട്ടോ ഡ്രൈവറായ കൊല്ലം പത്മന സ്വദേശി വേണു മരിച്ചത്. അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യുന്നതിനായിരുന്നു വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത്. എന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആശുപത്രി ഏൽക്കുമോ എന്നും ആശ്രയം തേടി വരുന്ന സാധാരണക്കാരോട് ഇങ്ങനെ മര്യാദകേട് കാണിക്കാമോ എന്നും പുറത്തു വന്ന ഓഡിയോയിൽ അദ്ദേഹം ചോദിച്ചിരുന്നു. അത്രയും സങ്കടം വന്നിട്ടാണ് ഇത് അയക്കുന്നതെന്നും വേണു അയച്ച ഓഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ വേണുവിൻ്റെ ഈ മരണമൊഴിക്ക് പോലും ആരോഗ്യവകുപ്പ് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്നതാണ് സങ്കടകരം.